We shall now begin the first chapter, Physical World. ഇപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. അത് നിങ്ങൾക്കറിയാം. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദി ലോസ് ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിനൻ. അപ്പോൾ പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചും അതിനെ ഗവേൺ ചെയ്യുന്ന ലോസിനെ കുറിച്ചുള്ള പഠനമാണ് ഫിസിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലോസ് ഓഫ് നേച്ചർ ആൻഡ് ദ ഡിഫറെൻറ്റ് നാച്ചുറൽ ഫിനോമിനൻ. ഇനി ഫിസിക്സിൽ നമ്മൾ വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് വേൾഡിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ആറ്റംസ്, ന്യൂക്ലിയസ് എന്നൊക്കെ പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ 10⁻⁻15 മീറ്ററാണ്. അപ്പോൾ അത്രയും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ആ മൈക്രോസ്കോപ്പിക് വേൾഡിനെ കുറിച്ചും നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. ഒപ്പം തന്നെ യൂണിവേഴ്സും ഗാലക്സീസിനെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും നമ്മൾ ഇതേ സെയിം സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ലെങ്ത്, മാസ്, ടൈം ഇതിൻ്റെയൊക്കെ മൈക്രോ വേൾഡിലെയും മാക്രോ വേൾഡിലും ഉള്ള ഒബ്സർവേഷൻസ് നമ്മൾ ഈ ഒരേ സബ്ജക്റ്റിൽ നടത്താറുണ്ട്. പിന്നെ നമുക്കറിയാം ബാക്കി എല്ലാ ഫീൽഡ്സും, അതായത് ഇപ്പോൾ മെഡിസിൻ എടുത്താലും അല്ലെങ്കിൽ ബാക്കി ടെക്നോളജി, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി ഇൻ ദ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ബേസിക് റിസർച്ച് ഇൻ ഫിസിക്സ് ഹാസ് ലെഡ് ടു ഓൾ ദ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ഓൾ ദ കംഫർട്ട്സ് ദാറ്റ് വി ആർ എൻജോയിങ് ടുഡേ. ഇപ്പോൾ നമുക്ക് ഉള്ള ട്രാൻസ്പോർട്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അല്ലേ, മൊബൈൽ ടെക്നോളജി, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പോസിബിൾ ആയിരിക്കുന്നത് സയൻസിലുള്ള, പർട്ടിക്കുലർലി ഫിസിക്സിലുള്ള ബേസിക് റിസർച്ചിൻ്റെ റിസൾട്ടായിട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജനറേറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ യു ടു സ്റ്റഡി ഫിസിക്സ് ഫർദർ. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ചാപ്റ്ററിന് പഠിക്കേണ്ടത് ഇറ്റ് ഈസ് എബൌട്ട് ദി ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. ഏതൊക്കെയാണ് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പലതരം ഫോഴ്സുകൾ നിങ്ങൾക്കറിയാം അല്ലേ. ഫ്രിക്ഷൻ, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ഗ്രാവിറ്റേഷൻ, ഇലക്ട്രിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് തുടങ്ങി പല ഫോഴ്സുകളുണ്ട്. അതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ 4 എണ്ണത്തിൽ, ഈ 4 എണ്ണത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എടുക്കാം, കാരണം നിങ്ങളത് ഓൾറെഡി വിക്ടേഴ്സ് ചാനൽ കണ്ടതാണ്. അപ്പോൾ ഒരു റെപ്പറ്റീഷനാണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് പോയിന്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇത് തൊട്ടിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ തൊട്ടിട്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ടിങ് ബിറ്റ്വീൻ മാസസ് അല്ലെ. മാസ്സുള്ള ഒരു ബോഡി മാസ്സുള്ള മറ്റൊരു ബോഡിയെ അട്രാക്റ്റ് ചെയ്യുന്നു. യൂണിവേഴ്സൽ ഫോഴ്സാണ്, എല്ലാ ബോഡീസ് തമ്മിൽ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതെപ്പോഴും എന്തായിരിക്കും, അട്രാക്റ്റീവ് ഇൻ നേച്ചറാണ്. പിന്നെ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ, റേഞ്ച് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, എത്ര ദൂരം വരെ അത് ആക്ട് ചെയ്യും, അതിൻ്റെ പരിധി, ദൂരപരിധി. റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അതായത് വളരെ ദൂരെയാണെങ്കിലും, ഒരു മാസം മറ്റേ മാസത്തിൽ നിന്ന് വളരെ ദൂരെയാണെങ്കിലും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവാണ്. ദൂരെയാണെങ്കിൽ ആക്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ദ സ്ട്രെങ്ത് ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ്. നിങ്ങൾ ഈ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. G(m1, m2) പറയുന്ന 2 മാസുകളും അവ തമ്മിലുള്ള ദൂരമാണ് r എന്നുള്ളത്, r². ഇതൊരു കോൺസ്റ്റൻറ്റ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഇത് നമ്മൾ 7ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷനിൽ വീണ്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചാൽ മതി. അപ്പോൾ റേഞ്ച് ഇൻഫിനിറ്റി. ഇനി ദിസ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഇത് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ളതാണ്. വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ? അതിൻ്റെ ആൻസർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. എപ്പോഴും അത് അട്രാക്റ്റീവാണ്, മാസസ് തമ്മിലാണ് ഫോഴ്സ്, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നു. നമുക്ക് സെക്കൻഡ് ഫോഴ്സ്, സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ചാർജസ്. അപ്പോൾ ചാർജസ് നിങ്ങൾക്കറിയാം 2 തരമുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. പോസിറ്റീവും നെഗറ്റീവും, അതായത് അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട് ഈച്ച് അതർ. അൺലൈക്ക് ആയിട്ടുള്ള ചാർജുകൾ അട്രാക്ട് ചെയ്യുന്നു. അതേസമയം ഒരേപോലത്തെ ചാർജ്, പോസിറ്റീവും പോസിറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവും നെഗറ്റീവും ആണെങ്കിൽ ലൈക്ക് ചാർജസ് ഓർ സിമിലർ, ലൈക്ക് എന്ന് പറയുമ്പോൾ സിമിലർ ആണ് അല്ലേ. അൺലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് ചാർജസ് attract and
ലൈക്ക് ഓർ സിമിലർ ചാർജസ് ഒരേപോലത്തെ ചാർജ് ആയാൽ അത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ദേ വിൽ റിപ്പൽ വൺ അനദർ. അപ്പോൾ ഇതാണ് മാസിൽ നിന്ന് വ്യത്യാസമുണ്ട്. മാസ് ആകുമ്പോൾ എപ്പോഴും അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ചാർജ് ആകുമ്പോൾ അട്രാക്ഷനും വരാം റിപ്പൽഷനും വരാം. കാരണം ചാർജ് 2 വെറൈറ്റി ഉണ്ട് അതുകൊണ്ട്. പിന്നെ ഇവിടെയും റേഞ്ച് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് റേഞ്ച് ഇൻഫിനിറ്റി തന്നെയാണ്. എത്ര ദൂരെ ആയാലും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയുന്നു. ഇനി ഇതിൻ്റെ സ്ട്രെങ്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ അത് സ്ട്രോങ്ങർ ആണ്. ഇപ്പോൾ 2 പ്രോട്ടോണുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ 10⁻36 ടൈംസ് സ്ട്രോങ്ങർ ആണ് 2 പ്രോട്ടോൺ തമ്മിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതൊരു എക്സാമ്പിൾ. അത് അപ്പോൾ ഈ റേഞ്ച് ഇൻഫിനിറ്റിയാണ്. ഇനി ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ബാക്കി ഫോഴ്സുകളെല്ലാം, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ്, സർഫസ് ടെൻഷൻ തുടങ്ങിയ എല്ലാ ഫോഴ്സുകളും, മാക്രോ വേൾഡിൽ കാണുന്ന എല്ലാ ഫോഴ്സുകളും ദേ ആർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ ഒറിജിൻ. അങ്ങനെ പറയാൻ കാരണം അപ്പം നമ്മൾ ഏത് ബോഡി എടുത്താലും ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതായത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ആൻഡ് ആറ്റംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പോൾ ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ് എല്ലാ ബോഡീസിലെയും കോൺസ്റ്റിറ്റ്യൂൻസ്. അപ്പോൾ 2 സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവ തമ്മിലുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവ തമ്മിലുള്ള അട്രാക്ഷനും റിപ്പൽഷനുമാണ് നമുക്കത് മറ്റ് ഫോഴ്സുകളായിട്ട് പ്രകടമായി കാണുന്നത്. ഇപ്പം ഇപ്പം ഞാൻ ഈ ഡസ്റ്റർ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇതിനെ താഴത്തേക്ക് വലിക്കുന്നുണ്ട് അല്ലേ? ഈ ഡസ്റ്ററിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതിന് താഴത്തേക്ക് വലിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കൈ ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ആ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ മൈ ഹാൻഡ് ഈസ് കോൾഡ് ദി നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ്. അപ്പോൾ ഈ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ 2 സർഫസ്, ഹാൻഡും ഈ ഡസ്റ്റർ അല്ലെങ്കിൽ ബുക്കാണെങ്കിൽ ബുക്കും തമ്മിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് തമ്മിലുള്ള ഫോഴ്സിനെയാണ് നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് കയ്യിലുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ് ആറ്റംസ് ആണ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺസ്. അതേപോലെ ഇതിലുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ ഇത് തമ്മിലുള്ള അട്രാക്ഷൻ, റിപ്പൽഷൻ കാരണമാണ് ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന് സ്ട്രെങ്ത് കുറവായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ താഴെ വീഴുമായിരുന്നു അല്ലേ? ഗ്രാവിറ്റേഷനാണ് കൂടുതൽ സ്ട്രോങ് എങ്കിൽ ഇത് താഴെ വീഴുമായിരുന്നു. ഇപ്പോൾ വലിയൊരു മാസ് എടുത്ത് ഞാൻ പൊക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന നോർമൽ ഫോഴ്സ് ലെസ് ദാൻ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ എനിക്കിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഐ ആം എക്സേർട്ടിങ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദിസ് ഡസ്റ്റർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ്. അതുകൊണ്ട് ഐ ആം ഏബിൾ ടു ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് എന്നുള്ള പേര് വരാൻ കാരണം ഇപ്പോൾ നമുക്കറിയാം ചാർജിന് ചുറ്റുമുള്ള ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡാണ്. ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കറണ്ട് എന്ന് പറയുന്നു. കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ മൂവിങ് ചാർജസിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് രണ്ടും സെപ്പറേറ്റ് അല്ല. ഇപ്പോൾ ഒരു മൂവിങ് ചാർജ് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അത് രണ്ടിനെയും നമുക്ക് ദേ ആർ ഇൻസെപ്പറബിൾ, ദേ ഒക്കർ ടുഗദർ. അതുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എന്നുള്ള പേര് വന്നത് ആ ഫോഴ്സിന്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ റേഞ്ച് ഇൻഫിനിറ്റി ആണ്. So that is about electromagnetic force. Then the third force is nuclear force. ആ ന്യൂക്ലിയർ ഫോഴ്സ് തന്നെ നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അങ്ങനെ 2 എണ്ണം ഉണ്ട്. മൂന്നാമത്തെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇതിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇതിനെ ഒന്നിച്ച് പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ഈ പ്രോട്ടോൺസ് തമ്മിൽ റിപ്പൽ ചെയ്യും അല്ലേ? അപ്പോൾ ആ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷനെ ഓവർകം ചെയ്ത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ അതിനെ ഒതുക്കി നിർത്തുന്ന ആ ഡിസ്റ്റൻസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ 10⁻⁻15 മീറ്റർ ആണ്. ഇതിനെ നമ്മൾ 1 ഫെർമി എന്ന് പറയും. 1 ഫെർമി അല്ലെങ്കിൽ 1 ഫെംറ്റോമീറ്റർ എന്നൊക്കെ പറയും. ഏതെങ്കിലും ഒന്നെങ്കിലും പഠിച്ചു വയ്ക്കുക. ന്യൂക്ലിയർ ഡയമീറ്റർ, ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ ആണ് ഇത്. അപ്പോൾ അത്രയും ചെറിയ ഡയമീറ്ററിൻ്റെ ഉള്ളിൽ
ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഒതുക്കി നിർത്തണമെങ്കിൽ ഇലക്ട്രിക് റിപ്പൽഷൻ ഓവർകം ചെയ്ത് ഒതുക്കി നിർത്തുന്ന ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഇസ് വെരി ലാർജ് ആൻഡ് ദിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദ, അത് കുറേ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ 1 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് നമ്മൾ 10⁻² എന്നാണ് എടുക്കുന്നത്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ 10⁻² ടൈംസ് സ്ട്രോങ്ങർ ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം 10⁻² പറഞ്ഞാൽ എന്താണ്, 1/10⁻². അല്ലേ? ഈ 10⁻² മുകളിലേക്ക് എഴുതുമ്പോഴാണ് ഇവിടെ മൈനസ് സൈൻ വരുന്നത്. അതായത് 1/10⁻² പറഞ്ഞാൽ 100. 1/100 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ 100 ടൈംസ് സ്ട്രോങ്ങർ ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാം. അതല്ലെങ്കിൽ തിരിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് 1/100th ടൈംസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് നമ്മൾ എഴുതുമ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് 1 എഴുതും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ 10⁻². അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ 1/100 സ്ട്രെങ്ത് ആണ് ഏതിനുള്ളൂ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനുള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ നമ്മൾ എത്ര എഴുതിയത്, 10⁻39. അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ 1/10⁻39 അത്ര സ്ട്രെങ്തേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനുള്ളൂ. അപ്പോൾ ഇത് ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻറ്റ്. ചാർജ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് തന്നെയാണ് ന്യൂട്രോണും തമ്മിലുള്ളത്. അത്രയും തന്നെയാണ് ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുള്ളത്. ഓരോ പെയറുകൾ തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും ഇറ്റ് ഈസ് ദ സെയിം. ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻറ്റ്. പിന്നെ അതിൻ്റെ റേഞ്ച് 10⁻⁻15 മീറ്റർ. അപ്പോൾ ഓരോന്നിലും ഏത് പാർട്ടിക്കിൾ തമ്മിലാണ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ റേഞ്ച് എത്രയാണ്. റേഞ്ച് നമ്മൾ പറഞ്ഞു 10⁻⁻15 മീറ്റർ. പിന്നെ അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് 1 എന്നുള്ളതാണ് എടുക്കേണ്ടത്. Then the next force is weak nuclear force. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ അത്ര കോമൺ ആയിട്ടുള്ള ഫോഴ്സ് അല്ല. അതാകെ കണ്ടിരിക്കുന്നത് ഒരു പ്രോസസ്സ്, റേഡിയോ ആക്റ്റീവ് പ്രോസസ്സ് കോൾഡ് ബീറ്റ ഡീകേ. നിങ്ങൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഫിനോമിനൻ പഠിച്ചിട്ടില്ല തോന്നുന്നു. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ലൈക്ക് യുറേനിയം, പോളോണിയം തുടങ്ങിയ. ഇപ്പോൾ യുറേനിയം ആണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആണ്. പ്രകൃതിയിൽ കാണുന്ന യുറേനിയം അൺസ്റ്റേബിൾ ആണ്. അത് ഡീകേ ചെയ്ത് ബേരിയം, ക്രിപ്റ്റൻ, ന്യൂട്രോണുകൾ, പിന്നെ ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബീറ്റ അല്ലെങ്കിൽ ഗാമ റേഡിയേഷൻ, ഇത് ഏതെങ്കിലും എമിറ്റഡ് ആവും. ഈ ന്യൂക്ലിയർ ഫിസിക്സ് നമ്മൾ അടുത്ത കൊല്ലമാണ് പഠിക്കുന്നത്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബീറ്റ ഡീകേ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് യുറേനിയം ന്യൂക്ലിയസ് ഡീകേ ചെയ്താൽ അത് സ്റ്റേബിൾ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ആ സമയത്ത് ബീറ്റ പാർട്ടിക്കിളും അതിൻ്റെ കൂടെ എമിറ്റഡ് ആവുന്ന മറ്റൊരു പാർട്ടിക്കിളാണ് ന്യൂട്രിനോ. വളരെ മാസ് കുറഞ്ഞ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളാണ് ന്യൂട്രിനോ. ഇതിനെ എലമെൻ്ററി പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. ഈ ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇലക്ട്രോൺ തന്നെയാണ്. അപ്പോൾ ബീറ്റ ഡീകേ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ, ആ പ്രോസസ്സ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ആണ് ഈ റേഡിയേഷൻസ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് കുറച്ചുകൂടെ സ്റ്റേബിളായ പ്രോഡക്ട്സ് ആയിട്ട് ഡീകേ ചെയ്യുമ്പോൾ ബീറ്റ പാർട്ടിക്കിളും ന്യൂട്രിനോവും എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇവ തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യുന്ന ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ മാത്രമേ ഈ ഫോഴ്സിൻ്റെ പ്രസൻസ് നമ്മൾ ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളൂ. ബീറ്റ പാർട്ടിക്കിളും ന്യൂട്രിനോവും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ഈ ഫോഴ്സ് വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് പറയുന്നത് സബ് ന്യൂക്ലിയർ സൈസ് ആണ്. 10⁻⁻16 മീറ്റർ. മറ്റേതിനേക്കാൾ -15 ആയിരുന്നു. ഇതിൻ്റെ റേഞ്ച് സബ് ന്യൂക്ലിയർ സൈസ് ആണ്.
അതിനേക്കാൾ ചെറുത് 10⁻⁻16 മീറ്റർ. പിന്നെ ഇത് വീക്ക് ആണെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അത്രയും വീക്ക് അല്ല, അതിനേക്കാൾ സ്ട്രോങ് ആണ്. ഇതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് നമ്മൾ 10⁻⁻13 എന്നാണ് എടുക്കേണ്ടത്. അതായത് സ്ട്രോങ് ഫോഴ്സിൻ്റെ 1 എടുത്താൽ 1/10⁻13 അത്രയും സ്ട്രെങ്ത് ആണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനുള്ളൂ. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് 4 അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ബാക്കിയുള്ള കാര്യങ്ങൾ വായിക്കുക. അത് മുഴുവൻ മനസ്സിലാവണമെന്നില്ല, കാരണം NCERT ടെക്സ്റ്റിൽ അവർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിൽ ജസ്റ്റ് വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചു വയ്ക്കുക.